ഫ്രണ്ട്സ്, എങ്ങനെയാണ് നല്ലൊരു ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. എല്ലാ കൂട്ടുകാർക്കും വീണ്ടും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ 250 ഗ്രാം സീഡ്ലെസ് മുന്തിരിങ്ങയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് പച്ച മുന്തിരിങ്ങയിലും നമുക്ക് ഇത് ജ്യൂസ് ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ നല്ല പഴുത്ത നല്ല കളറുള്ള സീഡ്ലെസ് ആയിട്ടുള്ള മുന്തിരിങ്ങ 250 ഗ്രാം ആദ്യം തന്നെ നമുക്ക് നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ നമുക്കൊരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് ഡിപ്പ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം ഞാനിത് കുറച്ച് വിനാഗിരി ഒഴിച്ച വെള്ളത്തിലും കൂടി ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. കറുത്ത മുന്തിരിങ്ങയിലാണ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുന്നതെങ്കിൽ നല്ലോണം കളറുള്ള പഴുത്ത മുന്തിരിങ്ങ എടുക്കണം. അപ്പോഴാണ് നമ്മുടെ ജ്യൂസിന് നല്ലൊരു കളറ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ മുന്തിരിങ്ങ ആദ്യം തന്നെ നല്ല വെള്ളത്തിൽ കഴുകി പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയുള്ള വെള്ളത്തിൽ 10-15 മിനിറ്റ് ഡിപ്പ് ചെയ്ത് വെച്ചു. അതിനുശേഷം വിനാഗിരി ഒഴിച്ച വെള്ളത്തിലും കഴുകി നല്ല വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുത്ത ആ മുന്തിരിങ്ങ ഒരു സോസ് പാനിൽ ഞാൻ 2.5 ഗ്ലാസ് വെള്ളം വെച്ച് വെള്ളത്തിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് തിളച്ച് വരുമ്പോൾ മുന്തിരിങ്ങയുടെ തോലും ഇങ്ങനെ അടർന്നു പോയി പൾപ്പും തോലും വേർതിരിഞ്ഞ് ഇങ്ങനെ കിടക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. കുരുള്ള മുന്തിരിങ്ങ ആണെങ്കിൽ കൂടുതലും ഇതുപോലെ നന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വേർതിരിഞ്ഞ് കിട്ടും. അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ മുന്തിരിങ്ങ കോരി നമുക്കൊരു ഐസ് വാട്ടറിലേക്ക് ഇട്ട് കൊടുക്കാം. ഐസ് വാട്ടറിൽ ഇട്ടാൽ പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും. പിന്നെ പൾപ്പൊക്കെ ഒട്ടും തന്നെ ഒലഞ്ഞു പോകാതെ നല്ലോണം ഉറച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഐസ് വാട്ടറിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല കളറാണ് നമ്മൾ മുന്തിരി വേവിച്ച ആ ജ്യൂസിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല കറുത്ത മുന്തിരി കളറുള്ളത് ജ്യൂസിന് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ജ്യൂസിന് നല്ല കളറുണ്ടാകും. അപ്പോൾ ഇതുപോലെ തോലൊക്കെ അടർന്ന് കിടക്കുന്നത് നമുക്കൊന്ന് സെപ്പറേറ്റ് ആയിട്ടൊക്കെ എടുക്കാം. ആ പൾപ്പ് മാത്രമായിട്ട് നമുക്കെടുത്ത് ഒരു പിടി ഞാനിവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മുന്തിരിയുടെ ഉള്ളിലെ ആ ഒരു ഭാഗം മാത്രം നമുക്ക് മാറ്റി ഇത് നമ്മൾ ഫ്രിഡ്ജിലോട്ട് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ളതെല്ലാം കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒട്ടും തന്നെ ഇതിൽ ജ്യൂസ് ബാക്കി വയ്ക്കാതെ നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് കഴുകിയെടുത്ത് അതും കൂടി ചേർത്ത് അരിച്ചെടുക്കാം. ഒട്ടും തന്നെ മുന്തിരിയിലെ ആ പോഷകങ്ങളൊന്നും നഷ്ടപ്പെടാതെ നമുക്ക് ഇതുപോലെ അരിച്ചെടുത്ത് ജ്യൂസ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് മുന്തിരിയുടെ ചണ്ടി മാത്രമായി നമുക്ക് കിട്ടും. ജ്യൂസെല്ലാം നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച ആ മുന്തിരി ജ്യൂസിലോട്ട് ഇതും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല കളറുള്ള മുന്തിരി ജ്യൂസാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായ 3-4 ടീസ്പൂൺ ഷുഗർ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനൊരു ഏലക്കായ പൊട്ടിച്ചിടുന്നുണ്ട്. നമുക്കിതൊന്ന് തിളപ്പിച്ച് ചെറുതായിട്ട് ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊരു 2-3 മിനിറ്റ് ഞാനിതൊന്ന് തിളപ്പിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഒരു ഹാഫ് ലെമൺ ജ്യൂസ് നമുക്കിതിനകത്തേക്ക് പിഴിഞ്ഞൊഴിക്കാം. നല്ല പഴുത്ത മുന്തിരിങ്ങ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു പുളിപ്പ് നമുക്ക് വേണം നമ്മുടെ ജ്യൂസിന്. അപ്പോൾ പുളി കുറവുണ്ടാകും. അപ്പോൾ ഒരു ഹാഫ് ലെമൺ കൂടി നമുക്ക് പിഴിഞ്ഞൊഴിച്ചാൽ ആ പുളി മധുരം എല്ലാം ബാലൻസായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലോട്ട് അരിച്ച് ഒഴിക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മുന്തിരി ജ്യൂസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജ്യൂസ് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. ഒരു ഫാനിൻ്റെ ചോട വെച്ച് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തണുപ്പിച്ചെടുക്കാം. അങ്ങനെ തണുത്തതിന് ശേഷം നമുക്ക് ഇതൊരു ഗ്ലാസ് ജാറിലോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ആദ്യം തന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ച ഫ്രിഡ്ജിൽ വെച്ചായിരുന്ന ആ പൾപ്പും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി നമ്മുടെ തണുത്ത ജ്യൂസും കൂടി ജാറിൽ ഫുള്ളായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 2-2.5 ഗ്ലാസ് മുന്തിരി ജ്യൂസാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ചെറിയ ഗ്ലാസ് ജാറ് നല്ലോണം നിറഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ജ്യൂസ് എടുത്ത് ഐസ് ക്യൂബ്സ് ഇട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പം ഞാനൊരു 2 മണിക്കൂറോളം ഇത് ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സെർവിങ് ഗ്ലാസ്സിലോട്ട് ഐസ് ക്യൂബ്സ് ഇട്ട് നമുക്കിത് കുടിക്കാവുന്നതാണ് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് മുന്തിരിയുടെ സത്തെല്ലാം ഉള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഗ്രേപ്പ് ജ്യൂസ് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തണുപ്പിന് ആവശ്യമായിട്ടുള്ള ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു സ്ട്രോ ഉപയോഗിച്ച് കുടിക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള ഗ്രേപ്പ് ജ്യൂസ് റെസിപ്പി. അപ്പോൾ ഇത് ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് ഓൾ എന്നൊരു ബെൽ ഐക്കൺ കാണും. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും നമ്മുടെ വീഡിയോ ചാനൽ ലിങ്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.